Good morning all. Welcome to the Daily News Desk powered by Dakshina Learnings. ദക്ഷിണ ലേണിംഗ്സിന്റെ ഡെയിലി ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേൾഡ് വൈഡ് ഇപ്പോൾ എന്താണ് ഒരു ട്രേഡ് വാർ ഓൺഗോയിങ് ആണ് ബിറ്റ്വീൻ US ആൻഡ് ചൈന. ആ ഒരു ട്രേഡ് വാർ വേൾഡ് മാർക്കറ്റിനെ തന്നെ എന്താണ് വളരെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ കണ്ടക്സ്റ്റിലാണെങ്കിലും അത് ഇന്ത്യയെ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ട്രേഡ് വാറുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം ട്രംപ് എന്ത് ചെയ്തിട്ടുണ്ട്, വീണ്ടും ഒരു 90-ഡേ താരിഫ് പോസ് എന്ത് ചെയ്തിട്ടുണ്ട്, അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രംപ് എന്താണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ റീസെന്റ് ആയിട്ട് എന്ത് ചെയ്തു, റേസ്ഡ് താരിഫ് ഓൺ ചൈനീസ് ഇമ്പോർട്ട്സ് ടു 125%, എസ്കലേറ്റിംഗ് ദ US ചൈന ട്രേഡ് വാർ. വീണ്ടും ഈ ട്രേഡ് വാറിനെ ഒന്നും കൂടെ എന്ത് ചെയ്തു, ഒന്നും കൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുത്തു. ചൈനീസ് ഇമ്പോർട്ട്സിന്റെ മേലെ എന്ത് ചെയ്തു, ചൈനീസ് ഇമ്പോർട്ട്സിന്റെ മേലെയുള്ള താരിഫ് 125% ആക്കി ഉയർത്തി. ഓക്കെ, അപ്പം ചൈന ആൻഡ് യൂറോപ്യൻ യൂണിയന്റെ റിയാക്ഷൻ എങ്ങനെയാണ്? ചൈന ആദ്യം റിയാക്ട് ചെയ്ത് എങ്ങനെയാ വെച്ചാൽ ചൈന 84% താരിഫ് എന്ത് ചെയ്തു US ഇമ്പോർട്ട്സിൽ. ചൈന എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആദ്യമായി ചെയ്തത് 84% എന്ത് ചെയ്തു, താരിഫ് US ഇമ്പോർട്ട്സിൽ ചുമത്തി. അപ്പം അതിന് പകരമായിട്ടാണ് ട്രംപ് എന്ത് ചെയ്തത്, 125% ആക്കിയിട്ട് ചൈനീസ് ഇമ്പോർട്ട്സിന്റെ താരിഫ് റേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം യൂറോപ്യൻ യൂണിയൻ എന്ത് ചെയ്തു, യൂറോപ്യൻ യൂണിയൻ അനൗൺസ്ഡ് കൗണ്ടർ മെഷേഴ്സ് ഓൺ €20 ബില്യൺ വർത്ത് ഓഫ് US ഗുഡ്സ്. US ഗുഡ്സ് 20 ബില്യൺ വർത്തിന്റെ US ഗുഡ്സിൽ യൂറോപ്യൻ യൂണിയൻ എന്ത് ചെയ്തു, ഒരു കൗണ്ടർ മെഷേഴ്സും കൂടെ അപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി ഇത് ഗ്ലോബൽ മാർക്കറ്റിൽ എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്തിരിക്കുന്നത്? ദ അനൗൺസ്മെന്റ് ലെഡ് ടു ഷാർപ്പ് പ്രൈസ് ഇൻ US സ്റ്റോക്സ് S&P 500 up to 6%. Okay, claiming days of market turmoil triggered by rising tariff and trade tensions. ബാക്കി വേൾഡ് മാർക്കറ്റിലെ ബാക്കി രാജ്യങ്ങളുടെ മാർക്കറ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ അവിടെ എന്താണ്, സ്റ്റോക്സ് ഒക്കെ ഫുള്ള് താഴേക്ക് പോയിട്ടുണ്ടെന്നാണ്. ഗ്ലോബൽ ടെൻഷൻസ് എറേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റിന്റെ സിസ്റ്റത്തിൽ. ഓക്കെ, പക്ഷേ US സ്റ്റോക്സിന്റെ കാര്യം എടുത്ത് നോക്കുവാണെങ്കിൽ US സ്റ്റോക്സ് എന്താണ്, ഒരു ഹൈപ്പിലേക്ക് പോയി. ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് പഠിക്കാനുള്ളത് ഒന്നാമത്തെ എന്താണ്, താരിഫ് എന്താണെന്ന് പഠിക്കണം. താരിഫ് ഈസ് എ ടാക്സ് ഇമ്പോസ്ഡ് ബൈ എ കൺട്രി ഓൺ ഇമ്പോർട്ടഡ് ഗുഡ്സ്. ഒരു രാജ്യത്ത് ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന ഗുഡ്സിന്റെ മേലെ ആ രാജ്യം ചുമത്തുന്ന ടാക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, താരിഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹൈ താരിഫ്സ് ക്യാൻ ഡിസ്കറേജ് ഇമ്പോർട്ട്സ്. ഇപ്പം താരിഫ് കൂട്ടുവാണെങ്കിൽ ഇമ്പോർട്ട്സ് കുറയ്ക്കണം എന്നുള്ളതായിരിക്കും ആ ഒരു രാജ്യത്തിന്റെ ഉദ്ദേശം. ഇപ്പം ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ ചൈനീസ് ഇമ്പോർട്ട്സിന് എന്ത് ചെയ്യണം, ട്രംപിന് കുറയ്ക്കണം, അല്ലെങ്കിൽ ചൈനീസ് മാർക്കറ്റിനെ എന്ത് ചെയ്യണം, ഒന്ന് തകർക്കണം. അതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, US എന്ത് ചെയ്തത്, ഈ ഒരു താരിഫിന്റെ ഇൻക്രീസ് ചൈനയുടെ മേലെ ഇമ്പോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു താരിഫ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, സ്ട്രാറ്റജിക്കലി ഇൻ ട്രേഡ് നെഗോഷിയേഷൻസ്. ഇപ്പോൾ ഏതെങ്കിലും രാജ്യമായിട്ട് നമുക്ക് ട്രേഡ് വാറുണ്ടെങ്കിൽ ആ രാജ്യത്തിന്റെ മേലെ നോർമലി എന്ത് ചെയ്യും, സ്ട്രാറ്റജിക്കലി ഈ ഒരു താരിഫിന് എന്ത് ചെയ്യും, അവിടുത്തെ റൂളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇനി അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കൺസെപ്റ്റ് ആണ് എന്ത്, ട്രേഡ് വാർസ് ഒക്കർ വെൻ കൺട്രീസ് ഇമ്പോസ് താരിഫ് ഓർ അതർ റെസ്ട്രിക്ഷൻസ് അഗേൻസ്റ്റ് ഈച്ച് അതർ ഇൻ റിറ്റാലിയേഷൻ. ഇപ്പം എന്ത് ചെയ്തു, ആദ്യം ചൈന ഇമ്പോസ് ചെയ്തു, അതിനുശേഷം US ഇമ്പോസ് ചെയ്തു, വീണ്ടും ചൈന ഇനി എന്ത് ചെയ്യും, USന്റെ മേലെ ഇമ്പോസ് ചെയ്യും, US ഇനി വീണ്ടും ചൈനയുടെ മേലെ അതിലും ഹയർ താരിഫ് ഇമ്പോസ് ചെയ്യും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റിറ്റാലിയേഷൻ മെഷർ ആയിട്ട് കൺട്രീസ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്താണ്, താരിഫ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒരു ട്രേഡ് വാർ എന്ന് പറയുന്നത്. ഈ ട്രേഡ് വാർ കൊണ്ട് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാവുന്നത്, ക്യാൻ ലീഡ് ടു ഡിസ്റപ്ഷൻ ഓഫ് ഗ്ലോബൽ സപ്ലൈ ചെയിൻസ് ആൻഡ് റെഡ്യൂസ്ഡ് ഗ്ലോബൽ ട്രേഡ് വോളിയം. അതുപോലെ തന്നെ ഓഫൻ റിസൾട്ട് ഇൻ ഇൻക്രീസ്ഡ് പ്രൈസസ് ആൻഡ് എക്കണോമിക് അൺസർട്ടനിറ്റി അഫക്റ്റിംഗ് ഡെവലപ്പിംഗ് എക്കോണമീസ് ലൈക്ക് ഇന്ത്യ. ഇപ്പൊ ലോകത്തൊരു ട്രേഡ് വാർ വന്നിട്ടുണ്ടെങ്കിൽ അത് കൂടുതലായിട്ടും അഫക്ട് ചെയ്യുന്നത് ഡെവലപ്പിംഗ് നേഷൻസിനെ ആയിരിക്കും. ഇനി ഈ ഒരു ട്രേഡ് വാർ മൂലം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഈ ഒരു ട്രേഡ് വാർ മൂലം ഉണ്ടാകുന്ന മാർക്കറ്റ് ഇമ്പാക്ട്സ് ഉണ്ട്. ആ മാർക്കറ്റ് ഇമ്പാക്ട്സിനെ കുറിച്ച് നമ്മൾ പറയുവാണെങ്കിൽ ട്രേഡ് ടെൻഷൻസ് ലീഡ് ടു വോളറ്റിലിറ്റി ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്സ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റ്സിന് എന്ത് ചെയ്യും, വോളറ്റിലിറ്റി അത് ബാധിക്കും. അതുപോലെ തന്നെ എന്താണ്, സ്റ്റോക്ക് മാർക്കറ്റിന്റെ മേലെ ജനങ്ങൾക്കുള്ള വിശ്വാസത്തെ അത് നശിപ്പിക്കും. അതുപോലെ തന്നെ കമ്മോഡിറ്റി പ്രൈസസ് ഇൻക്രീസ് ചെയ്യും, ലൈക്ക് ഓയിൽ ആൻഡ് കറൻസി ഫ്ലക്ച്വേഷൻസ്. അതുപോലെ തന്നെ എന്താണ്, ഇൻവെസ്റ്റേഴ്സ് കോൺഫിഡൻസ് ഡ്രോപ്സ്, ക്യാപിറ്റൽ ഫ്ലൈറ്റ് ആൻഡ് FII പുൾ ഔട്ട്. അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. ഈ FIIs എന്താണ്, ആ ഒരു ഇൻവെസ്റ്ററിനെ എപ്പോൾ വേണമെങ്കിലും പിൻവലിച്ചുകൊണ്ട് പോകാൻ സാധിക്കും. ഇങ്ങനെ ട്രേഡ് വാർ ഉണ്ടാകുന്ന സമയത്ത് ഏതെങ്കിലും കൺട്രീസിന്റെ മാർക്കറ്റ് ഡിക്ലൈൻ ആകുമ്പോഴത്തേക്ക് നോർമലി സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ FIIs, അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്സ്, ആ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും, തിരിച്ച് പിൻവലിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബോണ്ട് yields ഫ്ലക്ച്വേറ്റ്, സിഗ്നലിംഗ് ചേഞ്ചസ് ഇൻ ഇൻവെസ്റ്റർ റിസ്ക് അപ്പറ്റൈറ്റ് ആൻഡ് എക്കണോമിക് ഔട്ട്ലുക്ക്. ഇതൊക്കെയാണ് ആക്ച്വലി ഈ ഒരു ട്രേഡ് വാർ മൂലം ഉണ്ടാവുന്ന മാർക്കറ്റിൽ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട ഇമ്പാക്ട്സ്.
ഇനി ഇന്ത്യയുടെ കണ്ടക്സ്റ്റിൽ ഈ ഒരു ട്രേഡ് വാർ ഇന്ത്യ എങ്ങനെ ബാധിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഇന്ത്യ മേ ബെനിഫിറ്റ്, ഒന്ന് നമുക്ക് ഇന്ത്യ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. എങ്ങനെയാണ്? ഫ്രം സപ്ലൈ ചെയിൻ ഡൈവേഴ്സിഫിക്കേഷൻ. അതായത് ചൈനയിൽ നിന്നും ഏതെങ്കിലും കമ്പനി റിട്രീറ്റ് ചെയ്യുവാണെങ്കിൽ മേ ബി ആ കമ്പനി എന്ത് ചെയ്യാം, ഇന്ത്യയിൽ ഒരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. അത് ഇന്ത്യക്ക് അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യക്ക് ഉണ്ടാവുന്ന നെഗറ്റീവ് ഇമ്പാക്ട്, ഫസ്റ്റ് നെഗറ്റീവ് ഇമ്പാക്ട് എന്തായിരിക്കും? നമ്മുടെ എക്സ്പോർട്ടിനെ അത് ബാധിക്കും. അതുപോലെ തന്നെ എന്താണ് ഇമ്പാക്ട്സ് ഓൺ FDI, കറൻസി സ്റ്റെബിലിറ്റി ആൻഡ് ട്രേഡ് ബാലൻസ്. ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ട്രേഡ് വാർ ഇന്ത്യൻ എക്കോണമിയെ ബാധിക്കാൻ പോകുന്നത്. അതുപോലെ മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് നോക്കാനുള്ള എന്താണ് GS2 ഇമ്പാക്ട് ഓൺ ഇന്റർനാഷണൽ റിലേഷൻസ്, എസ്പെഷ്യലി US, ചൈന, യൂറോപ്യൻ യൂണിയൻ ഡൈനാമിക്സ്. കാരണം ഈ USA, അതുപോലെ തന്നെ ചൈന, പിന്നെന്താണ് യൂറോപ്യൻ യൂണിയൻ, ഈ മൂന്ന് എക്കോണമീസിലും ഉണ്ടാവുന്ന ഫ്ലക്ച്വേഷൻസ് വേൾഡ് മാർക്കറ്റിനെ ബാധിക്കും. അതുകൊണ്ട് ഈ മൂന്ന് എക്കോണമിയും നമ്മൾ എന്ത് ചെയ്യണം, വളരെ കൃത്യമായിട്ട് നോക്കിയിരിക്കണം. അതുപോലെ GS3 പെർസ്പെക്റ്റീവില് ട്രേഡ് പ്രൊട്ടക്ഷനിസം എന്താണ്, എക്കണോമിക് റെപ്രക്കേഷൻസ് ആൻഡ് ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. ഈ ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഇന്റർനാഷണൽ ലെവലിലുള്ള എഫോർട്സ്, അതുപോലെ തന്നെ ഇന്ത്യൻ ലെവലിലുള്ള എഫോർട്സ്. അടുത്ത ന്യൂസ് റിപ്പോ റേറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. റീസെന്റ് RBI എന്ത് ചെയ്തിട്ടുണ്ട്, RBI കട്ട്സ് റിപ്പോ റേറ്റ് ബൈ 0.25%. ഓക്കെ, അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് നോക്കാനുള്ളത്? റിപ്പോ റേറ്റ് എന്താണ്, റിപ്പോ റേറ്റിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പൊ റീസെന്റ് കട്ട് എന്താണ്, റിപ്പോ റേറ്റ് ഇപ്പം 0.25 ബേസിസ് പോയിന്റ്സ് RBI കട്ട് ചെയ്ത് വന്നിട്ട് എന്ത് ചെയ്തു, ഇപ്പം 6% ആക്കിയിട്ട് ലോവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഗ്രോത്ത് കൺസേൺസ് ഓവർ ഇൻഫ്ലേഷൻ. അതായത് ഈ റിപ്പോ റേറ്റ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, മാർക്കറ്റിലേക്ക് കൂടുതൽ മണി ഫ്ലോ ഉണ്ടാകും, കൂടുതൽ മണി ഇൻഫ്യൂസ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷൻ ഉള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള ഗ്രോത്ത് കൺസേൺസ് ഓവർ ഇൻഫ്ലേഷന്റെ ഗ്രോത്തിന്റെ ബേസിസിൽ എന്ത് ചെയ്യുന്ന ചില കൺസേൺസ്. ഇനി ഈ ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? ഒന്നാമത്തെ എന്താണ് റിപ്പോ റേറ്റ് ആൻഡ് മോണിറ്ററി പോളിസി സ്റ്റാൻസ്. എന്താണ് റിപ്പോ റേറ്റ്? റിപ്പോ റേറ്റ് എന്താണ്? ദ റേറ്റ് അറ്റ് വിച്ച് RBI ലെൻഡ്സ് ടു കൊമേഴ്സ്യൽ ബാങ്ക്സ്. അതിനെയാണ് നമ്മൾ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ മോണിറ്ററി പോളിസി സ്റ്റാൻസ് എന്താണ്? അക്കോമഡേറ്റീവ് സ്റ്റാൻസ് ആണ്. അക്കോമഡേറ്റീവ് സ്റ്റാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്നൽസ് RBI's intent to lower interest rates further to support growth. ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതിനോട് RBI എന്ത് ചെയ്യും, ഈ റിപ്പോ റേറ്റ്സിനെ അല്ലെങ്കിൽ ഈ ഇൻട്രസ്റ്റ് റേറ്റിനെ RBI ലോവർ ചെയ്യും. അപ്പൊ കൂടുതലായിട്ട് മാർക്കറ്റിലേക്ക് എന്ത് ചെയ്യപ്പെടും, മണി വരും. ഓക്കെ, ഇനി എന്താണ് ഇതിന്റെ ഇമ്പാക്ട് എന്താണ്? ഈ റിപ്പോ റേറ്റിന് മോണിറ്ററി പോളിസി സ്റ്റാൻസ് ഇപ്പോൾ അക്കോമഡേറ്റീവ് ആണെങ്കിൽ അതിന്റെ ഇമ്പാക്ട് എന്താണ്? ലോവർ ബോറോയിങ് കോസ്റ്റ് ഫോർ കൺസ്യൂമേഴ്സ് ആൻഡ് ബിസിനസ്സസ് ബട്ട് ഓൾസോ റെഡ്യൂസസ് റിട്ടേൺസ് ഫോർ ഡെപ്പോസിറ്റേഴ്സ്. ഇനി RBIയുടെ രണ്ട് ടൂൾസ് ഉണ്ട്, SDF ആൻഡ് MSF. അതിന് കൂടെ തന്നെ എന്താണ് റിപ്പോ റേറ്റും കൂടെ ചേർത്ത് നമുക്ക് നോക്കുവാണെങ്കിൽ ഈ SDF ആൻഡ് MSF പ്ലസ് റിപ്പോ റേറ്റ് അതാണ് എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? ടൂൾസ് ഹെൽപ്പ് RBI മാനേജ് ലിക്വിഡിറ്റി ആൻഡ് ഇൻഫ്ലേഷൻ ഇൻ ദ ബാങ്കിങ് സിസ്റ്റം. നമ്മുടെ ബാങ്കിങ് സിസ്റ്റത്തിലെ ലിക്വിഡിറ്റിയും അതുപോലെ തന്നെ ഇൻഫ്ലേഷനും മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് RBI ഹെൽപ്പ് ചെയ്യുന്ന മൂന്ന് ടൂൾസ് ആണ് എന്ത്? ഒന്ന് റിപ്പോ റേറ്റ്, അതുപോലെ തന്നെ രണ്ടാമത്തത് SDF, മൂന്നാമത്തത് MSF. ഇനി SDF എന്താണ്? സ്റ്റാൻഡിംഗ് ഡിപ്പോസിറ്റ് ഫെസിലിറ്റി. എന്താണ്? ടൂൾ ടു അബ്സോർബ് എക്സസ് ലിക്വിഡിറ്റി വിത്തൗട്ട് കൊളാറ്ററൽ. എന്തെങ്കിലും എക്സസ് ലിക്വിഡിറ്റി മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ അതിനെ അബ്സോർബ് ചെയ്യുന്നതിന് വേണ്ടി വിത്തൗട്ട് കൊളാറ്ററൽ അബ്സോർബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബാങ്ക്സിന് അല്ലെങ്കിൽ RBI ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് എന്ത്? SDF എന്ന് പറയുന്നത്. അതുപോലെ തന്നെ MSF എന്താണ്? മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമർജൻസി ബോറോയിങ് റേറ്റ് ഫോർ ബാങ്ക്സ് എബോവ് റിപ്പോ റേറ്റിന് മേലെ ഒരു എമർജൻസി ബോറോയിങ് ബാങ്ക്സിന് വേണമെങ്കിൽ ആ ബാങ്ക്സിന് ഈ ലോൺസ് ആ ഒരു എമർജൻസി ബോറോയിങ് പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേക്കും RBI ചെലുത്തുന്ന ഒരു റേറ്റ് ആണ്. അതിനെ നമ്മൾ എന്താ പറയുന്നത്? മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഇനി GDP ഫോർകാസ്റ്റ് ആൻഡ് ഇൻഫ്ലേഷൻ ഔട്ട്ലുക്ക് നോക്കുകയാണ്. GDP ഫോർകാസ്റ്റ് എന്താണ്? RBI കട്ട്സ് ഇന്ത്യസ് റിയൽ GDP ഗ്രോത്ത് ഫോർ 2025-26 to 6.5%. നേരത്തെ എത്രയായിരുന്നു? 6.7% ആയിരുന്നു. അവിടെ നിന്നും ലോവർ ചെയ്തു. എത്രയൊക്കെയാണ് കട്ട് ചെയ്തേക്കുന്നത്? 6.5% ആക്കിയാണ് ഇപ്പം RBI ഫോർകാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ ഔട്ട്ലുക്ക് നോക്കുകയാണെങ്കിൽ മിക്സഡ് റിസ്ക് ആണ് പറയപ്പെടുന്നത്. ഗ്ലോബൽ സ്ലോ ഡൗൺ മേ റെഡ്യൂസ് ഇൻഫ്ലേഷൻ ബട്ട് കറൻസി പ്രഷർ ആൻഡ് ഇമ്പോർട്ട്സ് മേ റൈസ് ഇറ്റ്. അതുപോലെ തന്നെ കീ ഇൻസൈറ്റ് നോക്കുകയാണെങ്കിൽ RBI ഈസ് കറന്റ്ലി പ്രയോറിറ്റൈസിങ് ഗ്രോത്ത് റിവൈവൽ. അതായത് നമ്മുടെ ഒരു എക്കണോമിക് സെക്ടറിന്റെ ഗ്രോത്ത് റിവൈവൽ. കോവിഡിനൊക്കെ ശേഷം എന്താണ് എക്കണോമിക് സെക്ടർ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം RBI മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ ഈ ഒരു ഗ്രോത്തിന്റെ റിവൈവലിനെയാണ് RBI ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് GS പേപ്പർ 3 നമുക്ക് നോക്കാനുള്ള കാര്യങ്ങളാണ് എന്തൊക്കെ? ഒന്ന് മോണിറ്ററി പോളിസീസ് റോൾ ഇൻ
മാനേജിങ് ഗ്രോത്ത് വേഴ്സസ് ഇൻഫ്ലേഷൻ ട്രേഡ് ഓഫ്, അതുപോലെ തന്നെ ഇമ്പാക്ട് ഓഫ് ഗ്ലോബൽ ട്രേഡ് ടെൻഷൻസ് ഓൺ ഇന്ത്യസ് മാക്രോ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ്, അതായത് ഗ്രോത്ത്, ഇൻഫ്ലേഷൻ, എക്സ്പോർട്സ്, അതുപോലെ തന്നെ ഡിസ്കഷൻ ഓൺ RBI's പോളിസി ഓട്ടോണമി ആൻഡ് കോർഡിനേഷൻ വിത്ത് ഫിസ്ക്കൽ പോളിസി, അതായത് RBIയുടെ പോളിസി ഓട്ടോണമി എങ്ങനെയാണ്, അത് നമ്മുടെ ഫിസ്ക്കൽ പോളിസിയുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി അടുത്ത ന്യൂസ് റഫാൽ എംജെറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. സെന്റർ അപ്രൂവ്സ് 63,000 crore ഡീൽ ഫോർ പ്രൊക്യൂറിംഗ് 26 റഫാൽ എംജെറ്റ്സ് ഫ്രം ഫ്രാൻസ്. ഇതാണ് ന്യൂസിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട്, ഫ്രാൻസുമായിട്ടുള്ള വരുണ എക്സസൈസുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിന് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? പ്രിലിംസിന്റെ കീവേഡ്സ് എന്തൊക്കെയാണ്? റഫാൽ അതായത് റഫാൽ ജെറ്റ്സിന്റെ മറൈൻ വേരിയന്റിനെയാണ് നമ്മൾ റഫാൽ എംജെറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കാനുള്ളത്. കാരിയർ ബേസ്ഡ് ഫൈറ്റർ ജെറ്റ് ഡിസൈൻഡ് ബൈ ഡസോൾട്ട് ഏവിയേഷൻ, ഫ്രാൻസിലെ ഡസോൾട്ട് ഏവിയേഷൻ ആണ് ഈ ഒരു ഫ്ലൈറ്റ് ഡിസൈൻ ചെയ്യുന്നത്. ഇനിയിപ്പോൾ അപ്രൂവ്ഡ് ഡീൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നതാണ്. INS വിക്രാന്തിലും അതുപോലെ തന്നെ INS വിക്രമാദിത്യയിലും ആയിരിക്കും ആക്ച്വലി ഈ റഫാൽ എംജെറ്റ്സ് നമ്മൾ ഡിപ്ലോയ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ ബേസിസിലായിരിക്കും ഈ ഒരു റഫാൽ എംജെറ്റ്സ് വർക്ക് ചെയ്യുന്നത്. ഇനി സ്കോർപിയൻ ക്ലാസ് സബ്മറൈൻസ് എന്താണ്? ഇതെന്താണ്? ഡീസൽ ഇലക്ട്രിക് അറ്റാക്ക് സബ്മറൈൻസ് ആണ്. ബിൽഡ് അണ്ടർ പ്രൊജക്ട് 75, അതാണ് ഈ പ്രൊജക്ട് 75 ഫ്രഞ്ച് കൊളാബറേഷനുമായിട്ട് പ്രൊജക്ട് 75 എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പ്രോഗ്രാം ഉണ്ട്. അതിന്റെ കീഴിൽ ബിൽഡ് ചെയ്യുന്ന ഡീസൽ ഇലക്ട്രിക് അറ്റാക്ക് സബ്മറൈൻസിനെയാണ് നമ്മൾ സ്കോർപിയൻ ക്ലാസ് സബ്മറൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇന്ത്യയുടെ കണ്ടക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യ കറന്റ്ലി ഓപ്പറേറ്റ്സ് 6 സ്കോർപിയൻ ക്ലാസ് സബ്മറൈൻസ്. ഇതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? കാൽവരി ക്ലാസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഒരു ഡീൽ പെൻഡിങ് ആയിട്ട് കിടപ്പുണ്ട്. 3 അഡീഷണൽ സ്കോർപിയൻ സബ്മറൈൻസ് നമ്മൾ ഒരു പെൻഡിങ്ങിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. RIയിൽ കൊടുത്തേക്കുന്നത് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് ടു ബോൾസ്റ്റർ അണ്ടർ വാട്ടർ കേപ്പബിലിറ്റീസ്. അങ്ങനെ അതും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ 6+3 നമുക്ക് എത്ര ആകും? 9 സബ്മറൈൻസ് ആകും. ഓക്കെ, ഇനി INS വിക്രാന്തും INS വിക്രമാദിത്യയും ഇതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? INS വിക്രാന്ത് എന്താണ്? ഇന്ത്യസ് ഫസ്റ്റ് ഇൻഡിജിനസ്ലി ബിൽഡ് എയർക്രാഫ്റ്റ് കാരിയർ ആണ്, കമ്മീഷൻഡ് ഇൻ 2022. അതുപോലെ തന്നെ INS വിക്രമാദിത്യ മോഡിഫൈഡ് കീവ് ക്ലാസ് കാരിയർ അക്വയർഡ് ഫ്രം റഷ്യയാണ്. ഓക്കെ, ഇനി ഇത് രണ്ടിന്റെയും പ്രത്യേകത എന്താണ്? ക്രിട്ടിക്കൽ ഫോർ ഇന്ത്യസ് ബ്ലൂ വാട്ടർ നേവി ആൻഡ് പവർ പ്രൊജക്ഷൻ ഇൻ ദ ഇന്ത്യൻ ഓഷൻ. ഇന്ത്യയെ ഇന്ത്യൻ ഓഷനിലെ ഒരു സ്ട്രോങ് ഹോൾഡ് ആക്കി നിർത്തുന്നത് ഈ 2 എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ആണ്. ഇനി പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു കീവേഡ് ആണ് എന്ത്? വരുണ എക്സസൈസ്. ഇത് ബൈലാറ്ററൽ നേവൽ എക്സസൈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഫ്രാൻസ് ആണ്. നിങ്ങൾ നോട്ട് ചെയ്യുക, ബൈലാറ്ററൽ നെയ്വൽ എക്സസൈസ് ആണ്. നെയ്വൽ എക്സസൈസ് ആണ്, ജോയിന്റ് എക്സസൈസ് അല്ല, നെയ്വൽ എക്സസൈസ് ആണ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഫ്രാൻസ്. 2001 മുതൽ ഇങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളത് നടത്തി വരുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഡെമോൺസ്ട്രേറ്റ് ഓപ്പറേഷണൽ സിനർജി ആൻഡ് സ്ട്രാറ്റജിക് മാരിടൈം പാർട്ട്ണർഷിപ്പ്. റഫാൽ എം പെർഫോമൻസ് വാസ് ഇവാലുവേറ്റഡ് ഡ്യൂറിംഗ് 2024 വരുണ എക്സസൈസ് എബ്രോഡ് ഫ്രഞ്ച് കാരിയർ ചാൾസ് ഡി ഗോൾ. ഇനി മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് നോക്കാനുള്ളത് GS പേപ്പർ 2 and 3 ഇന്ത്യ ഫ്രാൻസ് സ്ട്രാറ്റജിക് റിലേഷൻസ് ആൻഡ് ഡിഫൻസ് ഡിപ്ലോമസി, അതുപോലെ തന്നെ റോൾ ഓഫ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി ഇൻ ഡിഫൻസ് പ്രൊക്യൂർമെന്റ്, അതുപോലെ മാരിടൈം സെക്യൂരിറ്റി ആൻഡ് നേവൽ മോഡേണൈസേഷൻ ഇൻ ദ ഇൻഡോ പസഫിക് കണ്ടെക്സ്റ്റ്. ഇനി അടുത്തത് നമ്മൾ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിലുള്ള ഒരു ന്യൂസ് ആണ്. ഈ റീസെന്റ് ആയിട്ട് എന്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു? നമ്മുടെ ദേവഗിരി ഫോർട്ടിൽ അല്ലെങ്കിൽ ദൗലതാബാദ് ഫോർട്ടിൽ എന്തായിരുന്നു? ഒരു ഫയർ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം അതിലേക്ക് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇനീഷ്യേറ്റ്സ് ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു ദേവഗിരി ഫോർട്ട് ഇൻഫേർണോ. അതാണ് ന്യൂസിലുണ്ടായിരുന്നത്. ഫയർ അറ്റ് ദേവഗിരി അല്ലെങ്കിൽ ദൗലതാബാദ് ഫോർട്ട്, എ മേജർ ഫയർ ബ്രോക്ക് ഔട്ട് അറ്റ് ഹിസ്റ്റോറിക്കൽ ദേവഗിരി ഫോർട്ട്, മഹാരാഷ്ട്രയിലുള്ളതാണ്. ഡാമേജിംഗ് വെജിറ്റേഷൻ ആൻഡ് ഗ്രാസ് ലാൻഡ് വിത്തിൻ ദ ഫോർട്ട് പ്രിമൈസസ്. നമ്മൾ ദൗലതാബാദിന്റെ ലൊക്കേഷൻ നോക്കുകയാണ്, ഇന്ത്യയിലെ ഏകദേശം ഇവിടെയായിട്ടാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്, മഹാരാഷ്ട്രയിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് നോക്കാനുള്ളത് ദേവഗിരി ഫോർട്ട് അല്ലെങ്കിൽ ദൗലതാബാദ് ഫോർട്ട്. അതിന്റെ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞ ഇവിടെയാണ്, ദൗലതാബാദ് മഹാരാഷ്ട്ര അല്ലെങ്കിൽ ദേവഗിരി മഹാരാഷ്ട്രയിലാണ്. ഒറിജിനലി ബിൽറ്റ് ബൈ ആരാണ്? യാദവ ഡൈനാസ്റ്റി 12th century. ലേറ്റർ റീനെയിംഡ് ബൈ as ദൗലതാബാദ്. ദൗലതാബാദ് ഈ സിറ്റിക്ക് പേര് കൊടുക്കുന്നതാണ് ആരാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ് ഡൽഹിയിൽ നിന്ന് ക്യാപിറ്റൽ ചേഞ്ച് ചെയ്ത് എങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? ദേവഗിരിയിലേക്ക് കൊണ്ടുവന്നത്. വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നിന്ന് വീണ്ടും തിരിച്ച് ഡൽഹിയിലേക്ക് തന്നെ പോകുന്നുണ്ട്. ഓക്കെ, ഇനി ദേവഗിരിയുടെ ഇമ്പോർട്ടൻസ് പറയുവാണെങ്കിൽ ഫേമസ് ഫോർ സ്ട്രാറ്റജിക് ലൊക്കേഷൻ, റോബസ്റ്റ് ഫോർട്ടിഫിക്കേഷൻ, കോംപ്ലക്സ് ഡിഫൻസ് ആർക്കിടെക്ചർ ആൻഡ് ചാന്ദ് മിനാർ. ഇനി ആർക്കിയോളജിക്കൽ സർവേ ആണ് അടുത്ത പോയിന്റ്. നമ്മൾ പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് ഡിസ്കസ് ചെയ്യാനുള്ള അടുത്ത പോയിന്റ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അണ്ടർ മിനിസ്ട്രി ഓഫ് കൾച്ചർ, ഫോംഡ് ഇൻ 1861 ബൈ അലക്സാണ്ടർ കണ്ണിംഗ്ഹാം. ഇതിന് നമ്മൾ ലീഗൽ ബാക്കിംഗ് കൊടുത്തത് ഏൻഷ്യൻ മോണ്യൂമെന്റ്സ് ആൻഡ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ആൻഡ് റിമെയിൻസ് ആക്ട് 1958 അനുസരിച്ചിട്ടാണ്. ഓക്കെ, ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിൽ റെസ്പോൺസിബിൾ ഫോർ ആർക്കിയോളജിക്കൽ റിസർച്ച്, കൺസർവേഷൻ ആൻഡ് പ്രിസർവേഷൻ ഓഫ് മോണ്യൂമെന്റ്സ് ആൻഡ്
ഏൻഷ്യൻ സൈറ്റ്സ് അക്രോസ് ഇന്ത്യ. ഇനി മെയിൻസിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് നോക്കാനുള്ള എന്താണ് GS പേപ്പർ 1ലും GS പേപ്പർ 3ലും കൺസർവേഷൻ ചലഞ്ചസ് ഓഫ് ഹെറിറ്റേജ് സൈറ്റ്സ്, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഓഫ് വൈൽഡ് ഫയർസ് ഓൺ പ്രൊട്ടക്റ്റഡ് മോണ്യുമെന്റ്സ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി, പിന്നെ റോൾ ഓഫ് ASI ഇൻ ഹെറിറ്റേജ് പ്രിസർവേഷൻ. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത ന്യൂസ് ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ബോർഡർ ടെൻഷൻസിനെ ബേസ് ചെയ്തിട്ടാണ്. ഇന്ത്യ ചൈന റിലേഷൻസിനെയാണ്. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് വർഷം അല്ലെങ്കിൽ കുറെ പതിറ്റാണ്ടുകളായിട്ട് തന്നെ നമുക്ക് ചൈനയുമായിട്ട് ബോർഡർ ഡിസ്പ്യൂട്ട്സ് ഉണ്ട്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് എന്താണ് ഡോക്ലാം ബോർഡറിലും ഗാൽവൻ വാലിയിലും അതുപോലെ തന്നെ ഡെപ്സാങ് പ്ലെയിൻസിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ചെറിയ ചെറിയ ടെൻഷൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഈ കഴിഞ്ഞ ബ്രിക്സ് സമ്മിറ്റിന്റെ സമയത്തും അതുപോലെ തന്നെ ചൈനയുമായിട്ടുള്ള മറ്റ് ബൈലാറ്ററൽ മീറ്റിംഗ്സിന്റെ സമയത്തും നമ്മുടെ പ്രൈം മിനിസ്റ്ററും അതുപോലെ തന്നെ ചൈനീസ് പ്രസിഡന്റുമായിട്ട് പലതരത്തിലുള്ള മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ കൂടി ഈ ഒരു ബോർഡർ ടെൻഷൻസ് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, ഒരു പരിഹാരം കാണാൻ രണ്ട് കൺട്രീസിനും സാധിച്ചിട്ടില്ല. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ന്യൂസ്. ഓക്കെ, ന്യൂസ് സമ്മറി നമ്മൾ നോക്കുവാണെങ്കിൽ ബോർഡർ ടെൻഷൻസ് കണ്ടിന്യൂ ഡെസ്പൈറ്റ് ടോക്സ്. എന്താണ്, വൈൽ there have been recent de-escalation moves like the India-China border patrolling agreement, Chinese military presence in Ladakh remains high. Caution is advised despite diplomatic niceties. ഇനി എന്താണ്, ചൈനാസ് മിലിറ്ററി മോഡേണൈസേഷൻ ആൻഡ് ടെക് എഡ്ജ്, ഇതാണ് നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ചൈന ആക്ച്വലി എന്താണ് പീസ് ടോക്സ് ഒക്കെ നടത്തിയെങ്കിലും ചൈന വീണ്ടും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവരുടെ ഡിഫൻസ് ബഡ്ജറ്റിൽ ഇതുവരെ ഒരു കുറവും വരുത്തിയിട്ടില്ല. AI കേപ്പബിലിറ്റീസ് അവർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ന്യൂക്ലിയർ സ്റ്റോക്ക് പൈല് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഡിജിറ്റൽ വാർഫെയറിന്റെ കാര്യത്തിൽ അവർ വളരെയധികം അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്പേസ് വാറിന്റെ കാര്യത്തിലാണെങ്കിലും ചൈന ഏറ്റവും മേജർ ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും അതെന്താണ്, ഇറ്റ് പോസസ് എ സീരിയസ് സ്ട്രാറ്റജിക് ചലഞ്ച് ടു ഇന്ത്യ. ഓക്കെ, അപ്പം ഇതുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ പ്രിപ്പയർനെസ്സും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇൻവെസ്റ്റ്മെന്റും എന്താണ്, ചൈനയെ ബേസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സും അതുപോലെ തന്നെ നമ്മുടെ പ്രിപ്പയർനെസ്സും എന്താണ്, വളരെ പിന്നിലാണ്. ഇനി ചൈനയുടെ സ്ട്രാറ്റജി ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ എൻസർക്കിൾമെന്റ് ആൻഡ് റീജിയണൽ ഡിപ്ലോമസി നമ്മൾ നോക്കുകയാണെങ്കിൽ ചൈന ഈസ് എക്സ്പാൻഡിങ് ഇൻഫ്ലുവൻസ് ഇൻ ഇന്ത്യാസ് നെയ്ബർഹുഡ്. അതിൽ ഏറ്റവും റീസെന്റ് എക്സാമ്പിൾ ആണ് എന്ത്, ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. എന്താണ്, ബംഗ്ലാദേശ് പോസ്റ്റ് ഹസീന എറ ആൻഡ് ആഫ്രിക്ക, ന്യൂക്ലിയർ എനർജിയുടെ കാര്യത്തിന് ആഫ്രിക്കയാണ് ചൈന ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇന്ത്യ ഈസ് സ്ട്രാറ്റജിക് വോയിസ് ഡ്യൂ ടു ഡിക്ലൈനിങ് ഫോക്കസ് ഓൺ റീജിയണൽ ഡിപ്ലോമസി. നമ്മൾ ബാക്കി US ആയിട്ടൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ബാക്കി യൂറോപ്യൻ നേഷൻസുമായിട്ടുള്ള ടൈസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ്, നമ്മുടെ നെയ്ബർഹുഡിന് നമ്മൾ മറക്കുന്നുണ്ട്. ആ നെയ്ബർഹുഡിലേക്ക് ആര് കോൺസെൻട്രേഷൻ കൊടുക്കുന്നു, ചൈന കോൺസെൻട്രേഷൻ കൊടുക്കുന്നു. അത് സ്ട്രാറ്റജിക്കലി ഇന്ത്യക്ക് എന്താണ്, വളരെ വലിയൊരു ത്രെറ്റ് ആണ്. ഇനി പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് ഈ ഒരു ന്യൂസുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട 2-3 പ്ലേസസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ഏതാണ്, ഡെപ്സാങ് പ്ലെയിൻസ്. 2013 മുതൽ പ്രസന്റ് ടൈം വരെ നമുക്ക് ചൈനയുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉള്ള ഏരിയയാണ്. ഇതിൽ എന്താണ്, ചൈനീസ് ട്രൂപ്സ് ബ്ലോക്ക്ഡ് ഇന്ത്യൻ പാട്രോൾസ് ഇൻ സ്ട്രാറ്റജിക് ദപ്സാങ് ബൾജ് ഏരിയ നിയർ ദൗലത് ബേഗ് ഓൾഡി ലഡാക്ക്. ഇത് നമ്മൾ കുറെ കാലങ്ങളായിട്ട് അവിടെ ഈ ചൈന എന്ത് ചെയ്തേക്കണം, നമ്മളെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ എന്താണ്, ഡോക്ലാം ബോർഡർ നോക്കുക, സ്റ്റാൻഡ് ഓഫ് ദാറ്റ് ദ ഇന്ത്യ ഭൂട്ടാൻ ചൈന ട്രൈ ജംഗ്ഷൻ. ഇതാണ് ഡോക്ലാം ബോർഡർ. ഇവിടെ എന്താണ്, ഇന്ത്യയുടെ ബോർഡർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ചൈനയുടെ ബോർഡർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഭൂട്ടാന്റെ ബോർഡർ വരുന്നുണ്ട്. ഇതൊരു ട്രൈ ജംഗ്ഷൻ ആണ്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇതാണ് നമ്മുടെ ഡെപ്സാങ് പ്ലെയിന്, ഇതാണ് നമ്മുടെ ഗാൽവൻ വാലി. ഇതൊക്കെ എന്താണ്, ഈ ഗാൽവൻ വാലി എന്താണ് 2020 റീസെന്റ് ആയിട്ട് എന്താണ് ഫസ്റ്റ് ഡെഡ്ലി ക്ലാഷ് ഇൻ 45 years. 20 ഇന്ത്യൻ സോൾജേഴ്സ് മരിച്ചിരുന്നു, രക്തസാക്ഷികൾ ആയിരുന്നു ആ ഒരു ടൈമിൽ. ഇനി മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് നോക്കാനുള്ള എന്താണ്, GS2 IR GS3 സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഇവോൾവിംഗ് ഇന്ത്യ ചൈന റിലേഷൻസ്, സ്ട്രാറ്റജിക് ഇംപ്ലിക്കേഷൻസ് ഓഫ് ബോർഡർ ടെൻഷൻസ്, അതുപോലെ തന്നെ ഇന്ത്യസ് നെയ്ബർഹുഡ് പോളിസി, മിലിറ്ററി മോഡേണൈസേഷൻ നീഡ്സ്, റോൾ ഓഫ് ഡിപ്ലോമസി ഇൻ സെക്യൂറിംഗ് ബോർഡേഴ്സ് ആൻഡ് എനർജി ഇൻട്രസ്റ്റ്. ഇനി അടുത്ത ന്യൂസ് നമ്മൾ ഇന്നലെയും ഡിസ്കസ് ചെയ്തിരുന്നു, തമിഴ്നാട് ഗവൺമെന്റും അതുപോലെ തന്നെ ഗവർണറും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്. അതുമായിട്ട് ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് നോക്കാനുള്ള കാര്യങ്ങളാണ് എന്ത്, നമ്മുടെ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഗവർണർ. എന്തൊക്കെയാണ് ഗവർണറിന്റെ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ്, എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് ഏതൊക്കെയാണ്, ലെജിസ്ലേറ്റീവ് ഫങ്ഷൻസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഡിസ്ക്രിഷണറി ഫങ്ഷൻസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ റോൾ ഓഫ് പ്രസിഡന്റ് ഇൻ സ്റ്റേറ്റ് ലെജിസ്ലേഷൻ ആർട്ടിക്കിൾ 200 ആർട്ടിക്കിൾ 201 നോക്കുക. അതുപോലെ തന്നെ ഡോക്ട്രൈൻ ഓഫ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന ഡോക്ട്രൈൻ, സെപ്പറേഷൻ ഓഫ് പവേഴ്സിന്റെ ഡോക്ട്രൈൻസ് എന്താണെന്ന് നോക്കിയിരിക്കുക. അതുപോലെ തന്നെ മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് നോക്കാനുള്ളത് പൊളിറ്റി ആൻഡ് ഗവേണൻസിൽ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ്, റോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസ് ഗവർണറിന്റെ പ്രധാനമായിട്ടും, അതുപോലെ തന്നെ ഫെഡറലിസം ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി. അടുത്ത ന്യൂസ് നമ്മുടെ കോവിഡ് പാൻഡമിക്കുമായിട്ട് ബന്ധപ്പെട്ട് അതിനുശേഷമുള്ള ഇന്ത്യയിലെ ഹെൽത്ത് കെയർ സിസ്റ്റവും അതുപോലെ തന്നെ ആ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഡെവലപ്മെന്റും പിന്നെ നമ്മുടെ സിറ്റിസൻസിന് ഹെൽത്ത് കെയർ സിസ്റ്റത്തോടുണ്ടായിരുന്ന ആ ഒരു
ട്രസ്റ്റിനെ ഈ ഒരു COVID-19 പാൻഡമിക് എങ്ങനെ ബാധിച്ചു എന്നൊക്കെ ഉള്ളതിന് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ന്യൂസ് ആണ്. ഓക്കെ, ദ പാൻഡമിക് ലുക്കിംഗ് ബാക്ക് ആൻഡ് ലുക്കിംഗ് ഫോർവേഡ്. ഇതിന് ന്യൂസ് സമ്മറി നോക്കുവാണെങ്കിൽ ട്രസ്റ്റ് ഡെഫിസിറ്റ് ഇൻ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം. ദ COVID-19 പാൻഡമിക് എക്സ്പോസ് ലാക്ക് ഓഫ് ട്രസ്റ്റ് ഇൻ ഹെൽത്ത് കെയർ സിസ്റ്റം എസ്പെഷ്യലി ഇൻ ഗ്ലോബൽ സൗത്ത് ആൻഡ് റിമൈനിങ് എഫക്റ്റീവ് ഹെൽത്ത് റെസ്പോൺസസ് ആൻഡ് വാക്സിൻ അഡോപ്ഷൻ. അതുപോലെ തന്നെ ടെക്നോളജി ഇനിക്വിറ്റിയും ഇത് തുറന്നു കാണിക്കുന്നുണ്ട്. AI, ടെലിമെഡിസിൻ ആൻഡ് ഡിജിറ്റൽ സോൺസ് റാപ്പിഡ്ലി എവോൾവ്. ഡിജിറ്റൽ ഡിവൈഡ് worsened, leaving vulnerable populations behind and stressing the need for inclusive tech policies. അതുപോലെ ഇപ്പം നമ്മൾ ഡിജിറ്റൽ ഡിവൈഡ് നോക്കുവാണെങ്കിൽ ഇപ്പം ഡിജിറ്റലി അക്നോളജ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എഡ്യൂക്കേഷൻ ഉള്ള ആൾക്കാർ എന്ത് ചെയ്തു, ആ ഒരു ഡിജിറ്റൽ ഫെസിലിറ്റീസിനെ വളരെയധികം യൂസ് ചെയ്തു. പക്ഷേ അത് യൂസ് ചെയ്യാൻ അറിയാത്ത ഒരു ഭൂരിഭാഗം ആൾക്കാരുണ്ടായിരുന്നു. അവരെന്ത് ചെയ്തു, അവരൊരു മാർജിനലൈസ്ഡ് ഗ്രൂപ്പായിട്ട് മാറി. അങ്ങനെ ഒരു ഡിജിറ്റൽ ഡിവൈഡ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഓക്കെ, ഇനി ഗ്ലോബൽ ഹെൽത്ത് വൾണറബിലിറ്റീസിനെ കുറിച്ച് നമ്മൾ പറയുവാണെങ്കിൽ പാൻഡമിക് ആംപ്ലിഫൈഡ് പ്രീ എക്സിസ്റ്റിംഗ് inequalities, compromised the SDGs, revealed health system gaps and sparked debates on IP waivers, highlighting the urgency of equitable, resilient and collaborative health system. ടോട്ടലായിട്ട് ഈ ഒരു വേൾഡ് ലെവലിലെ ഹെൽത്ത് സിസ്റ്റംസ് നോക്കുവാണെങ്കിൽ, ഹെൽത്ത് സിസ്റ്റംസിന്റെ ഫംഗ്ഷനിങ് നോക്കുവാണെങ്കിൽ അതിനെ മുഴുവൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കോവിഡ് പാൻഡമിക് ബാധിച്ചിട്ടുണ്ട്. ഈ ഒരു ന്യൂസ് ആക്ച്വലി മെയിൻസിന്റെ പെർസ്പെക്റ്റീവിലുള്ള ഒരു ന്യൂസാണ്. മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് എന്തൊക്കെയാണ് നോക്കാനുള്ളത്? GS2 ഇഷ്യൂസ് റിലേറ്റഡ് ടു ഹെൽത്ത് ഗവേണൻസ്, പബ്ലിക് പോളിസി ആൻഡ് ഇന്റർനാഷണൽ കോഓപ്പറേഷൻ. എക്സാമ്പിൾ എന്താണ്? വാക്സിൻ നാഷണലിസം, സൗത്ത് കൊളാബറേഷൻ ഒക്കെ. ഇപ്പം സൗത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ സൗത്ത് ഏഷ്യൻ നേഷൻസ് ഒക്കെ നോക്കുക, അല്ലെങ്കിൽ ഏഷ്യൻ കൺട്രീസ്, ഡെവലപ്പിംഗ് നേഷൻസ് ഒക്കെ നോക്കുവാണെങ്കിൽ വാക്സിൻ ഡെവലപ്മെന്റിൽ അവർ വളരെയധികം പുറകിലായിരുന്നു. അപ്പം അങ്ങനെയുള്ളൊരു വാക്സിൻ നാഷണലൈസേഷൻ ആ ഒരു കോവിഡ് പാൻഡമിക്കിന്റെ സമയത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഡെവലപ്ഡ് കൺട്രീസ് എന്ത് ചെയ്തു, വാക്സിൻസ് ഡെവലപ്പ് ചെയ്തു, വേൾഡ് വൈഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അതുപോലെ തന്നെ GS3 കാര്യത്തിലും റോൾ ഓഫ് ടെക്നോളജി ഇൻ ഹെൽത്ത് ഇന്നോവേഷൻ, ചലഞ്ചസ് ഇൻ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇമ്പാക്ട് ഓൺ വൾണറബിൾ സെക്ഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കാനുള്ളത്. ഇനി അടുത്ത ന്യൂസ് നമ്മുടെ ഏവിയേഷൻ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് റീസെന്റ് ആയിട്ട് നമ്മുടെ ഗവൺമെന്റ് ഒരു ലോ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരു ബില്ല് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ എയർക്രാഫ്റ്റ് ഒബ്ജക്ട്സ് ബിൽ 2025. അപ്പം അത് ആ ഒരു ബില്ല് വന്നതിന് ശേഷം നമ്മുടെ വിൽ ഏവിയേഷൻ ഡിസ്പ്യൂട്ട്സ് ബി ഈസിയർ ടു റിസോൾവ്, അതാണ് നമ്മുടെ ഡിബേറ്റിന്റെ ടോപ്പിക്, അല്ലെങ്കിൽ ഈ ഒരു ന്യൂസിന്റെ ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു ബില്ല് പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ എയർക്രാഫ്റ്റ് ഒബ്ജക്ട്സ് ബിൽ 2025 എന്താണ്? enacts the Cape Town Convention enabling faster repossession of aircraft by lessors in case of airline defaults, thus aligning India's aviation laws with the international norms. In it designates DGCA as registry authority, ensures lesser rights and overrides conflicting domestic laws like IBC, especially to prevent delays seen during Go First and Kingfisher insolvencies. ഇപ്പം ഗോ ഫസ്റ്റിനെയും അതുപോലെ തന്നെ കിങ്ഫിഷറിനെയും ഇൻസോൾവൻസി ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് അത് നമുക്ക് നല്ല രീതിയിൽ സോർട്ട് ഔട്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അതിന് കാരണം നമുക്ക് ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ലോ ഇല്ലാതിരുന്നു എന്നുള്ളതാണ്. സോ അതിനെയൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഗവൺമെന്റ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു പുതിയ ബില്ല് പാസ്സാക്കിയിരിക്കുന്നത്. ഇനി എന്താണ്? ദോ വെൽക്കംഡ് ഫോർ reducing legal uncertainty, concerns persist over taxation issues and ease of doing business, potentially affecting foreign leasing firms കോൺഫിഡൻസ്. ഇനി പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കാനുള്ള എന്താണ്? കേപ്പ് ടൗൺ കൺവെൻഷൻ ആൻഡ് പ്രോട്ടോകോൾ ഇന്റർനാഷണൽ ട്രീറ്റിയാണ് 2001 നിലവിൽ വന്നത്. സ്റ്റാൻഡർഡൈസസ് റൂൾസ് ഫോർ എയർക്രാഫ്റ്റ് ലീസിംഗ് ആൻഡ് ഫിനാൻസിംഗ്, ഓഫേഴ്സ് പ്രൊട്ടക്ഷൻ ടു ക്രെഡിറ്റേഴ്സ്, ലെസേഴ്സ് ഇൻ കേസ് ഓഫ് ഡെപ്റ്റർ ഡിഫോൾട്ട്. ഇന്ത്യ എന്ത് ചെയ്തു? 2008 ഇത് സൈൻ ചെയ്തത്, ബട്ട് ലാക്ക് ദ എനേബിളിംഗ് ലെജിസ്ലേഷൻ. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ഡിസ്പ്യൂട്ടിലേക്ക് നയിച്ചിട്ടുണ്ട്. ഗോ ഫസ്റ്റിന്റെയും കിങ്ഫിഷർ ഒക്കെ നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ പറ്റും. ഇനി ഈ 2025 ബില്ല് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ establishes legal clarity and enforceability of lessors right, boosting investor confidence. അതായത് ഈ ഒരു കേപ്പ് ടൗൺ കൺവെൻഷനെ ഫുൾഫിൽ ചെയ്യുന്ന രീതിക്കായിരിക്കും നമ്മൾ ഈ ഒരു ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ബില്ല് നിയമമായിട്ടുണ്ടെങ്കിൽ അത് ഒരു വ്യവസ്ഥയായിട്ട് നിലവിൽ വരിക. ഇനി പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കാനുള്ള എന്താണ്? DGCA രജിസ്ട്രി അതോറിറ്റി ആയിട്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ട് ഈ 2025 ബില്ലിന്റെ പെർസ്പെക്റ്റീവിൽ. ഓക്കെ, അപ്പം ഈ ഒരു DGCA ആയിരിക്കും റെസ്പോൺസിബിൾ ഫോർ രജിസ്റ്ററിംഗ്, ഡീരജിസ്റ്ററിംഗ് എയർക്രാഫ്റ്റ് ആൻഡ് എൻഫോഴ്സിംഗ് ക്രെഡിറ്റർ റെമഡീസ് അണ്ടർ ദ കൺവെൻഷൻ. ഇനി ഗിഫ്റ്റ് സിറ്റി എന്താണ്? ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റി പ്രൊമോട്ടഡ് ആസ് എ ഹബ് ഫോർ ഡൊമസ്റ്റിക് എയർക്രാഫ്റ്റ് ലീസിംഗ്, പോളിസി പുഷ് ടു ക്രിയേറ്റ് എ ലോക്കലൈസ്ഡ് ലീസിംഗ് എക്കോസിസ്റ്റം. ഇനി നമുക്ക് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് നോക്കാനുള്ള എന്താണ്? പ്രൊവിഷൻസ് ഓവർ റൈഡിംഗ് ഡൊമസ്റ്റിക് ലോസ് ലൈക്ക് IBC, അതായത് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ്. ഓവർ റൈഡിംഗ് ക്ലോസ് ഇൻ ബില്ലിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇഫ് എനി കോൺഫ്ലിക്ട് അറൈസസ് വിത്ത് എക്സിസ്റ്റിംഗ് ലോസ്, the provisions of 2025 bill will prevail. അതുപോലെ തന്നെ എന്താണ്? ഫാസ്റ്റർ റീപൊസഷൻ enables lessors to reclaim aircraft within 2 months of default, resolves
delays seen under IBC moratoriums. ഇനി boosters AWC compliance scores, aligns India's legal framework with the global standards, improving rank in the Cape Town Convention Index. ഇനി മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് എന്താണ് നോക്കാനുള്ളത് ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് GS2 ഗവേണൻസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസിൽ ലീഗൽ റിഫോംസ് ഫോർ അലൈനിങ് ഡൊമസ്റ്റിക് ലോസ് വിത്ത് ഇന്റർനാഷണൽ ട്രീറ്റീസ്, ഇംപ്ലിക്കേഷൻസ് ഫോർ റെഗുലേറ്ററി ക്ലാരിറ്റി ആൻഡ് ഫെഡറൽ ഏവിയേഷൻ പോളിസി. അതുപോലെ GS3യുമായിട്ട് ബന്ധപ്പെട്ട എക്കോണമി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറിലെ ഇമ്പാക്ട് ഓൺ ഈസ് ഓൺ ഡൂയിങ് ബിസിനസ്, ഏവിയേഷൻ സെക്ടർ ഗ്രോത്ത്, ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസിംഗ് വയ ലീസിംഗ് മോഡൽസ്. അതുപോലെ തന്നെ കേസ് സ്റ്റഡീസ് നോക്കുവാണെങ്കിൽ ഗോ ഫസ്റ്റ്, കിങ് ഫിഷർ ആൻഡ് സ്പൈസ് ജെറ്റ് ഡിസ്പ്യൂട്ട്സ് ക്യാൻ ബി സൈറ്റഡ് ഇൻ ആൻസേഴ്സ്. അതായത് നമ്മൾ ആൻസേഴ്സ് ഫ്രെയിം ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ഗോ ഫസ്റ്റിന്റെയും അതുപോലെ തന്നെ കിങ് ഫിഷറിന്റെയും സ്പൈസ് ജെറ്റിന്റെയും ഡിസ്പ്യൂട്ട്സ് ഒക്കെ നമുക്ക് ആൻസറിൽ നമുക്ക് മെൻഷൻ ചെയ്യാൻ സാധിക്കും. ഇനി അടുത്ത ന്യൂസ് ബാഡ് ബാങ്ക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസാണ്. RBI പ്ലാൻസ് മാർക്കറ്റ് ബേസ്ഡ് റൂട്ട് ടു സെക്യൂരിറ്റൈസ് ബാഡ് ബാങ്ക്സ്. RBIയുടെ പ്രപ്പോസൽ എന്താണ്? RBI പ്ലാൻസ് ടു ഇൻട്രൊഡ്യൂസ് മാർക്കറ്റ് ബേസ്ഡ് സെക്യൂരിറ്റൈസേഷൻ ഓഫ് സ്ട്രെസ്ഡ് അസറ്റ്സ്. അതായത് NPS ഒക്കെ ഉണ്ടെങ്കിൽ ആ NPSനെ എടുത്തിട്ട് എന്ത് ചെയ്യുക, അവരെ ഒരു അസറ്റ്സ് ആക്കിയിട്ട് മാറ്റുക. അലോയിങ് ലെൻഡേഴ്സ് ടു കൺവേർട്ട് NPS ഇൻറ്റു ട്രേഡബിൾ സെക്യൂരിറ്റീസ്. NPSനെ എടുത്തിട്ട് ട്രേഡബിൾ ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ആയിട്ട് മാറ്റുക. ആൻഡ് ആൾട്ടർനേറ്റീവ് ടു ARC റൂട്ട് അണ്ടർ സർഫേസി ആക്ട് 2002. ഇതിന്റെ മെക്കാനിസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെസ്ഡ് അസറ്റ്സ് വിൽ ബി ഹാൻഡിൽഡ് ബൈ റെസൊല്യൂഷൻ മാനേജർ ബൈ a സ്പെഷ്യൽ പർപ്പസ് entity, only cash based transaction allowed. Certain assets like farm credit, education loans and fraud accounts excluded. ഇതൊന്നും എന്ത് ചെയ്യത്തില്ല, ഈ ഒരു സെക്യൂരിറ്റൈസേഷന്റെ കീഴിൽ വരില്ല. ഓക്കെ, ഇനി ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? എയിംസ് ടു റെഡ്യൂസ് NPA burden on banks, diversify risk and improve the efficiency of resolution through a regulated market framework with a clear valuation, capital norms and disclosures. അതായത് ഇപ്പം NPSന്റെ എമൗണ്ട് കൂടുവാണെങ്കിൽ അത് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ആ ഒരു ബാങ്കിന്റെ ഫംഗ്ഷനിങ്ങിനെ ബാധിക്കും. അപ്പം അതിൽ നിന്നും ആ ഒരു ബാങ്കിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, ആ ഒരു സ്ട്രെസ്സിൽ നിന്നും ബാങ്കിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് RBI ഇപ്പം എന്ത് ചെയ്തേക്കുന്നത്, ഈ ഒരു ആൾട്ടർനേറ്റീവ് റൂട്ട് കൊണ്ടുവരുന്നത്. ഇനി പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ട കീവേഡ് ആണ് എന്ത്? സെക്യൂരിറ്റൈസേഷൻ. എന്താണ് സെക്യൂരിറ്റൈസേഷൻ? കൺവേർട്സ് ലിക്വിഡ് ലോൺസ്, എക്സാമ്പിൾ എന്താണ്? NPS ഇൻറ്റു മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് സോൾഡ് ടു ഇൻവെസ്റ്റേഴ്സ്. ഇതിന്റെ ഉപകാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫേഴ്സ് റിസ്ക് ഫ്രം ബാങ്ക് ടു ഇൻവെസ്റ്റേഴ്സ്, ഇംപ്രൂവിംഗ് ലിക്വിഡിറ്റി ആൻഡ് റിസ്ക് ഷെയറിംഗ്. അതുപോലത്തെ റിക്വയർസ് എ ലീഗൽ ഫ്രെയിംവർക്ക് ആൻഡ് ക്രെഡിറ്റ് എൻഹാൻസ്മെന്റ് ടു ഗെയിൻ ഇൻവെസ്റ്റർ ട്രസ്റ്റ്. ഇനി സ്പെഷ്യൽ പർപ്പസ് എൻറ്റിറ്റി എന്താണ് സ്പെഷ്യൽ പർപ്പസ് എൻറ്റിറ്റി? എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ദാറ്റ് പർച്ചേസസ് ട്രസ്റ്റ് അസറ്റ്സ് ആൻഡ് ഇഷ്യൂസ് സെക്യൂരിറ്റീസ്. ഇതെന്താണ്? ഐസൊലേറ്റ്സ് റിസ്ക് ഫ്രം ദ ഒറിജിനൽ ബാങ്ക്, മേക്കിംഗ് അസറ്റ് ബാക്ക്ഡ് സെക്യൂരിറ്റീസ് ട്രേഡബിൾ. ഇതെന്താണ്? ഈ സ്പെഷ്യൽ പർപ്പസ് എൻറ്റിറ്റീസ് എപ്പോഴും ഫംഗ്ഷൻ ചെയ്യുന്ന ആരുടെ കീഴിലാണ്? അണ്ടർ സ്ട്രിക്റ്റ് RBI റെഗുലേഷൻ ഇൻ ദ പ്രൊപ്പോസ്ഡ് മോഡൽ. ഇനി റെസൊല്യൂഷൻ മാനേജർ നമ്മൾ പറഞ്ഞത് എന്താണ്? റെസൊല്യൂഷൻ മാനേജർ അപ്പോയിന്റഡ് ബൈ സ്പെഷ്യൽ പർപ്പസ് എൻറ്റിറ്റി ടു മാനേജ് ആൻഡ് റിസോൾവ് ദ സെക്യൂരിറ്റൈസ്ഡ് സ്ട്രെസ്ഡ് അസറ്റ്സ്, കോർഡിനേറ്റ്സ് റിക്കവറി, റീസ്ട്രക്ചറിംഗ് ഓർ ഡിസ്പോസൽ ഓഫ് അസറ്റ്സ്. ഓക്കെ, ഇനി സർഫേസി ആക്ട് നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്? സർഫേസി ആക്ട് എംപവേഴ്സ് ബാങ്ക്സ് ഓർ NBFCs ടു റിക്കവർ ഡ്യൂസ് വിത്തൗട്ട് കോർട്ട് ഇന്റർവെൻഷൻ, എനേബിൾസ് ക്രിയേഷൻ ഓഫ് അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനീസ് for NPA resolution. It facilitates seizure and sale of secured assets from defaulters. Non-performing assets എന്താണ്? Loans overdue more than 90 days with no interest or principal repayment. High NPS weaken banks capital, profitability and lending ability. അതുകൊണ്ട് തന്നെ എന്താണ് നീഡ്? എന്താണ്? റോബസ്റ്റ് റെസൊല്യൂഷൻ മെക്കാനിസംസ് ലൈക്ക് IBC, സർഫേസി ആക്ട് ആൻഡ് സെക്യൂരിറ്റൈസേഷൻ. ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് സാധിക്കും? ഈ ഒരു NPSന്റെ ബേർഡൻ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു NPS എന്ത് ചെയ്യും? ബാങ്കിന്റെ ഒരു നോർമൽ ആയിട്ടുള്ള ഫംഗ്ഷനിങ്ങിനെ ബാധിക്കും. അപ്പം അതിൽ നിന്നും ബാങ്കിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ തരത്തിലുള്ള സെക്യൂരിറ്റൈസേഷൻ സ്കീംസും അതുപോലെ തന്നെ സർഫേസി ആക്ടും അതുപോലെ തന്നെ IBC ഒക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണെന്ത്? ബാഡ് ബാങ്ക്സ്. എന്താണ് ബാഡ് ബാങ്ക്സ്? ബാഡ് ബാങ്ക്സ് എന്താണ്? എൻറ്റിറ്റീസ് ലൈക്ക് NARCL, നാഷണൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി ലിമിറ്റഡ്, സെറ്റപ്പ് ടു ബൈ ആൻഡ് ക്ലീൻ NPS. ഈ ബാഡ് ബാങ്ക്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും NPS ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ആ ബാങ്കിൽ നിന്നും ആ NPS അവരെന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് പർച്ചേസ് ചെയ്യും. ഓക്കെ, works with IDRCL, India Debt Resolution Company Limited for resolution, frees up banks balance sheet to focus on fresh lending. ഇനി എലിജിബിലിറ്റി അല്ലെങ്കിൽ ഇൻഎലിജിബിലിറ്റി ഫോർ സെക്യൂരിറ്റൈസേഷൻ ചെയ്യണമെങ്കിൽ RBI ഡ്രാഫ്റ്റ് അനുസരിച്ചിട്ട് എന്തൊക്കെയാണ് എലിജിബിലിറ്റീസ് എന്നുള്ളത് നമുക്ക് നോക്കാം. എലിജിബിൾ എന്താണ്? സ്ട്രെസ്ഡ് അസറ്റ്സ് ഫ്രം ബാങ്ക്സ് ഓർ NBFCs നോട്ട് റിസർവ്ഡ് അണ്ടർ സർഫേസി ആക്ട്, ഓൺലി ക്യാഷ് ബേസ്ഡ് ട്രാൻസ്ഫേഴ്സ് ടു SPEs അലൗഡ്. ഇനി എലിജിബിൾ അല്ലാത്തത് ഫാം ക്രെഡിറ്റ് എലിജിബിൾ അല്ല, എഡ്യൂക്കേഷൻ ലോൺസ് ഇതിന്റെ കീഴിൽ വരില്ല, അതുപോലെ ഫ്രാഡുലന്റ് ഓർ വിൽഫുൾ ഡീഫോൾട്ട് അക്കൗണ്ട്സ്. ഇനി സിന്തറ്റിക് ആൻഡ് റീസെക്യൂരിറ്റൈസേഷൻ ഓൾസോ നോട്ട് അലൗഡ് അണ്ടർ എന്താണ്?
ഈ RBIയുടെ സ്കീം ഓഫ് സെക്യൂരിറ്റൈസേഷൻ. ഇനി അടുത്തൊരു ന്യൂസ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി അതുപോലെ തന്നെ നമ്മുടെ എൻവയോൺമെന്റൽ കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസാണ്. ഈ അടുത്തിടെയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ US-ലും അതുപോലെ തന്നെ ജപ്പാനിലൊക്കെ ആർട്ടിക് റീജിയനിൽ വൈൽഡ് ഫയേഴ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ന്യൂസാണ്. ആസ് വൈൽഡ് ഫയേഴ്സ് സ്കോർച്ച് ദ എർത്ത്, ദ ആർട്ടിക് ബയോം റിജക്ട്സ് മോർ കാർബൺ. News summary: widespread wildfires in US and Japan in 2025 destroyed thousands of homes and ecosystems, emitting massive carbon into the atmosphere. ഇനി ഇന്ത്യയിലെ ഫോറസ്റ്റ് ഫയർസ് നോക്കുകയാണെങ്കിൽ ലിങ്ക്ഡ് ടു റൈസിംഗ് ലാൻഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രൊലോങ്ഡ് ഹീറ്റ് വേവ്സ് വിത്ത് ഉത്തരാഖണ്ഡ് ലീഡിംഗ് ഇൻ വൈൽഡ് ഫയർ ഇൻസിഡൻസ്. ഇനി നമ്മുടെ ഫോറസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ചിട്ട് എന്താണ്, വൈൽഡ് ഫയേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ നോർമലി നേരത്തെ ഇന്ത്യയുടെ കണ്ടക്സ്റ്റിൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും ഒരു ചെറിയ പോർഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, വൈൽഡ് ഫയർ ഇന്ത്യയിൽ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി a major study reveals the Arctic boreal zone, അതായത് ABZ, once a key carbon sink, has turned into carbon source, worsening climatic ഫീഡ്ബാക്ക് ലൂപ്സ്. അതായത് നേരത്തെ കാർബൺ സിങ്ക് ആയിരുന്ന ഈ ഒരു ആർട്ടിക് ബോറിയൽ സോൺ ഇപ്പൊ എന്താണ്, ഒരു കാർബൺ സോഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു വൈൽഡ് ഫയേഴ്സ് കാരണം. ഇനി ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് പഠിക്കാനുള്ള എന്തൊക്കെയാണ് കീവേഡ്സ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്? ആർട്ടിക് ബോറിയൽ സോൺ ഏതാണ്? ലാർജസ്റ്റ് ലാൻഡ് ബേസ്ഡ് ബയോം കവറിംഗ് കോണിഫറസ് ഫോറസ്റ്റ്, ടുണ്ട്ര ആൻഡ് വെറ്റ്ലാൻഡ് അറൗണ്ട് ആർട്ടിക് സർക്കിൾ. ഇതിന്റെ കീ റീജിയൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ്? അലാസ്ക, നോർത്തേൺ യൂറോപ്പ് ആൻഡ് സൈബീരിയ. ഇനി ട്രഡീഷണലി ഈ മേജർ കാർബൺ സിങ്ക് ആയിരുന്നു, പക്ഷെ ഇപ്പൊ അത് എന്തായിട്ട് മാറി, ഒരു കാർബൺ സോഴ്സ് ആയിട്ട് മാറി. ഇനി കാർബൺ സിങ്കും അതുപോലെ തന്നെ കാർബൺ സോഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? കാർബൺ സിങ്ക് എന്ന് പറഞ്ഞാൽ എന്താ, അബ്സോർബ്സ് മോർ കാർബൺ ദാൻ ഇറ്റ് എമിറ്റ്സ്. അതുപോലെ കാർബൺ സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമിറ്റ്സ് മോർ കാർബൺ ദാറ്റ് ഇറ്റ് അബ്സോർബ്സ്. കാർബൺ സിങ്കിന് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എന്തൊക്കെ പറയാൻ പറ്റും? ഓഷൻസ് പറയാൻ പറ്റും, ഫോറസ്റ്റ്, അതുപോലെ തന്നെ സോയില്. ഇനി കാർബൺ സോഴ്സ് ആയിട്ട് ബേണിംഗ് ഫോറസ്റ്റും ഇപ്പൊ നമ്മൾ നിലവിൽ പറഞ്ഞ തോയിങ് പെർമാഫോസ്റ്റ്. ഏതാണ്? ആർട്ടിക് ബോറിയൽ സോൺ. വൈൽഡ് ഫയർ പ്രോൺ ആയിട്ടുള്ള ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? ഒന്നെന്താണ്? ഉത്തരാഖണ്ഡ്. അടുത്തെന്താണ്? ഉത്തരാഖണ്ഡിലാണ് ഹയസ്റ്റ് നമ്പർ ഓഫ് വൈൽഡ് ഫയേഴ്സ് ഉണ്ടാകുന്നത്. 5315 ഫയേഴ്സ് ഉണ്ടായിട്ടുണ്ട് ബിറ്റ്വീൻ 2002 ആൻഡ് 2023. അതിനുശേഷം എന്താണ്? ഒഡീഷയും ഛത്തീസ്ഗഡും. പിന്നെ ഇതിന്റെ മേജർ കോസസ്, അതായത് ഇന്ത്യയിലുള്ള വൈൽഡ് ഫയേഴ്സിന്റെ മേജർ കോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ്? റൈസിംഗ് ലാൻഡ് ടെമ്പറേച്ചേഴ്സ് ആൻഡ് പ്രൊലോങ്ഡ് ഡ്രൈ സ്പെൽസും അതുപോലെ തന്നെ എയർലി ഹീറ്റ് വേവ്സും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇന്ത്യ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് 2024 അനുസരിച്ചിട്ട് ഇന്ത്യയിലെ ഫോറസ്റ്റ് ഫയർ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. ഡിക്രീസ് ഇൻ ഫയർ ഹോട്ട്സ്പോട്ട് ഫ്രം 2.23 lakh in 2021-22 to 2.03 lakh 2024 ആകുമ്പോഴേക്കും. മോസ്റ്റ് അഫക്റ്റഡ് സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? ഉത്തരാഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ്. ഓക്കെ, അടുത്തത് പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കാനുള്ളത് എന്താണ്? രണ്ട് ഓർഗനൈസേഷൻസ് ആണ്, CAMS, NOAA. അതുപോലെ തന്നെ മറ്റൊരു ഫാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാസ, സ്റ്റെറ ആൻഡ് അക്വാ സാറ്റലൈറ്റ്സ്. CAMS നോക്കുകയാണെങ്കിൽ CAMS യൂറോപ്യൻ യൂണിയന്റെ കീഴിൽ വരുന്നതാണ്. ഇറ്റ് മോണിറ്റേഴ്സ് വൈൽഡ് ഫയർ എമിഷൻസ്. അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഈ ജാനുവരി 2025 തന്നെ എന്താണ് 8 lakh tons ഓഫ് കാർബൺ ഫോറസ്റ്റ് ഫയറിൽ നിന്നും അറ്റ്മോസ്ഫിയറിലേക്ക് എമിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ NOAA US-ന്റെ കീഴിലുള്ളതാണ്. ട്രാക്സ് ആർട്ടിക് ചേഞ്ചസ്, കൺഫേംസ് എന്താണ്? ആർട്ടിക് ബോറിയൽ സോൺ ടേണിംഗ് ഇൻ ടു കാർബൺ സോഴ്സ്. ഈ NOAA ആണ് റിപ്പോർട്ട് ചെയ്തത് എന്താണ്? അതായത് നമ്മുടെ ആർട്ടിക് ബോറിയൽ സോൺ ഒരു കാർബൺ സിങ്കിൽ നിന്നും എന്തായിട്ട് മാറി? ഒരു കാർബൺ സോഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ടെന്ന്. അടുത്ത നാസയുടെ ടെറ ആൻഡ് അക്വാ സാറ്റലൈറ്റ്സ്. ഇതെന്താണ്? സാറ്റലൈറ്റ് സിസ്റ്റംസ് ദാറ്റ് മോണിറ്റർ റേഡിയേറ്റീവ് പവർ ആൻഡ് തെർമൽ അനോമാലീസ് ഓഫ് വൈൽഡ് ഫയേഴ്സ്. ഇനി മെയിൻസിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് നോക്കാൻ എന്താണ്? GS പേപ്പർ 3 ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് കാർബൺ സൈക്കിൾ ഡിസ്റപ്ഷൻ, അതുപോലെ തന്നെ ഇമ്പാക്ട് ഓഫ് വൈൽഡ് ഫയേഴ്സ് ഓൺ ബയോഡൈവേഴ്സിറ്റി ആൻഡ് എക്കോസിസ്റ്റംസ്. ഇനി വൾണറബിലിറ്റി ഓഫ് ആർട്ടിക് റീജിയൻസ് ആൻഡ് ഫീഡ്ബാക്ക് ലൂപ്സ്. ഇനി ലിങ്ക് ബിറ്റ്വീൻ എക്സ്ട്രീം വെതർ, ലാൻഡ് ടെമ്പറേച്ചർ റൈസ് ആൻഡ് എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് നോക്കാനുള്ളത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് ഡെസ്ക് അവസാനിക്കുകയാണ്. മറ്റൊരു സെഷനുമായി നാളെ കാണാം. ഗുഡ് ബൈ.